ഈ യഹോവയുടെ വചനങ്ങൾ കാണുന്ന മുഴുവൻ നാശമാണ് അദ്ദേഹം പറയുന്നത്. സോ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ഈസ് ദ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അദ്ദേഹം നാശമൂർത്തിയാണ്, സംഹാരമൂർത്തിയാണ്. അദ്ദേഹത്തിന് അതേ അറിയാവുള്ളൂ. മനസ്സിലായി? അദ്ദേഹത്തിന് അതേ അറിയാവുള്ളൂ. പൊളിക്കാൻ മാത്രം അറിയുന്ന, നശിപ്പിക്കാൻ മാത്രം അറിയുന്ന സംഹാരത്തിന്റെ മൂർത്തിയാണ്, നാശത്തിന്റെ മൂർത്തിയാണ്, രോഗങ്ങളുടെ മൂർത്തിയാണ്, ബാധകൾ അയക്കുന്ന മൂർത്തിയാണ്, മരണത്തിന്റെ ദേവനാണ്. ദിസ് ഈസ് യഹോവ. നിങ്ങൾ ഈ യഹോവയെ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ യഹോവയാണ് ദൈവം എന്ന് പറയുമ്പോൾ, ഈസ് ഹെൽപ്ലെസ്. കാരണം അദ്ദേഹത്തിന് അറിയാവുന്ന തൊഴിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തെ ആരാധിച്ചാൽ അദ്ദേഹം വന്ന് പ്രസാദിക്കും. അദ്ദേഹം ഇതൊക്കെ തന്നെ നിങ്ങളോട് ചെയ്യത്തുള്ളൂ. ഒന്നേ നിങ്ങളെ നശിപ്പിക്കും, വിളിച്ചു കയറ്റിപ്പോയാൽ ചാത്തനാണ്. ഈ ചാത്തൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാശമാണ്. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയാകട്ടെ, താൻ പറയുന്ന കാര്യങ്ങളാകട്ടെ, അത് തെറ്റാകുന്നത് നിയമം ലംഘിക്കപ്പെടുമ്പോഴാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളായ ആട്, മാട് എന്നിത്യാദി ഏതെങ്കിലും ഒരു വളർത്തു മൃഗത്തെ ഞാൻ കൊന്നാൽ അത് തെറ്റായിപ്പോയെന്ന് പറയുവാനോ, അല്ല ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ മേൽ ഒരു നിയമ നടപടി എടുക്കാനോ ആവത്തില്ല. എന്നാൽ ഞാൻ വളർത്തുന്ന എൻ്റെ മക്കളിൽ ഒരാളെ ആയാൽ എന്ത് സംഭവിക്കും? സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ഞാൻ ലംഘിക്കുമ്പോഴാണ് ഞാനൊരു ക്രൂരനാകുന്നത്, ഒരു തെറ്റുകാരനാകുന്നത്. എന്നാൽ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു വളർത്തു മൃഗത്തെ ഞാൻ കൊന്നാൽ അത് തെറ്റാണെന്ന് പറയാനോ, എൻ്റെ മേൽ നിയമ നടപടി എടുക്കാനോ കഴിയില്ല. ശരി തന്നെ. പക്ഷേ എൻ്റെ അയൽപക്കത്തുള്ള ഒരാളാണ് എൻ്റെ വീട്ടിലെ വളർത്തു മൃഗത്തെ കൊല്ലുന്നത് എങ്കിൽ എനിക്ക് നിയമപരമായി നടപടിയെടുക്കാൻ ആകില്ലേ? ആകും. എങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത്, അതിൻ്റെ ഉടമസ്ഥൻ അതിനെ കൊന്നപ്പോൾ അതൊരു തെറ്റായി കാണുന്നില്ല. എന്നാൽ ഉടമസ്ഥത ഇല്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ അത് തെറ്റായി കാണുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? കൂടുതൽ പഠനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ ശ്രോതാക്കളിൽ പലരും എന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട്. യഹോവയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ, വിശേഷാൽ പഴയ നിയമത്തിൽ, കാരണം പഴയ നിയമത്തിലാണല്ലോ ആ പേരുള്ളത്, പഴയ നിയമത്തിൽ യഹോവയുടെ പ്രവൃത്തികളും യഹോവ ആഹ്വാനം ചെയ്യുന്നതും വളരെ നിഷ്ഠൂരമായതും ക്രൂരമേറിയതും ആയതുകൊണ്ട് യഹോവയെ സ്നേഹവാനായ ഒരു ദൈവമായി കാണുവാൻ കഴിയുക ഇല്ല. വിശേഷാൽ നിത്യജീവൻ്റെ അവകാശികളായി തീർന്നെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾക്ക് ദൈവമായി കാണുവാൻ കഴിയാത്തതൊന്നാണ് യഹോവ എന്നുള്ളൊരു പഠനം ഈ അടുത്ത കാലത്ത് പ്രചരിക്കപ്പെടുന്നുണ്ട്. പലരും അതിൻ്റെ പിടിയിൽ പെട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. അതൊന്നും നമുക്ക് വിഷയമല്ല. ഇവിടെ ആര് എന്ത് ചെയ്താലും അതിനെല്ലാം അനുയായികളുണ്ടാകുന്ന ഒരു ലോകമാണ്. അപ്പോൾ അതൊന്നും വലിയ അതിശയോക്തിയുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അതിന് പ്രചാരം നേടുന്നു എന്നുള്ളതും വലിയ കഴമ്പുള്ള ആശയമല്ല. മറിച്ച് സത്യാന്വേഷികൾ അതിനകത്ത് പിടിക്കപ്പെടുന്നുണ്ടോ, കുരുങ്ങപ്പെടുന്നുണ്ടോ, ഇതാണ് നമ്മുടെ ചിന്ത. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് ആ അസത്യമാർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ജനങ്ങളെ വചനത്തിലൂടെ ബോധവൽക്കരിച്ചുകൊണ്ട് വചനസത്യത്തിലേക്ക് തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമമാണ് ഇതിൽ നടക്കുന്നത്. എന്നെ ഒരു സഹോദരൻ, എൻ്റെ ശ്രോതാവ് വിളിച്ചിട്ട് പറഞ്ഞു, കൊറോണ കാലത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും വചനം വായിക്കാനുള്ളൊരു മനസ്സ് തനിക്കുണ്ടായി, അതിൻ്റെ ശ്രമം താൻ നടത്തി വന്നു. അപ്പോൾ തനിക്ക് ലേവ്യ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം എന്ന് എനിക്ക് തോന്നുന്നതിനോട് പറഞ്ഞത് വായിച്ചപ്പോൾ യഹോവയുടെ ചില ആഹ്വാനങ്ങൾ, ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെ കൊല്ലുവാനുള്ള ആഹ്വാനം, ഒരു സത്യദൈവത്തിന്, സ്നേഹവാനായ ഒരു ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? അങ്ങനെ ചെയ്യുവാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തു എങ്കിൽ ആ വ്യക്തിക്ക് എങ്ങനെ ഒരു സ്നേഹവാനായ ദൈവമായിരിക്കുവാൻ സാധിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത തന്നിൽ വന്നതിന് ശേഷമാണ് താൻ മറ്റ് ചില വീഡിയോകളൊക്കെ വീക്ഷിക്കുവാൻ തനിക്ക് അവസരം കിട്ടിയതെന്ന് പറയുന്നു. ഏതായാലും അനേകരിലേക്ക് എത്തിയിട്ടുള്ളൊരാശയവും ചിലരൊക്കെ അതിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ദുഃഖസത്യം ഉൾക്കൊണ്ട് തന്നെ
തിരുവചനത്തിൻ്റെ ചിന്തകളിലേക്ക് ഇറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനതിപ്രധാനമായും ഈ വിഷയ പഠനത്തിൽ ഞാൻ വെളിപ്പെടുത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചില പോയിന്റുകൾ, അതിൻ്റെ ഹെഡിങ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഒന്ന്, 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായി ഒരു വേദഗ്രന്ഥം എന്ന നിലയിൽ വിശ്വസിക്കാൻ ആകുമോ? ഗ്രന്ഥകർത്താക്കൾ അല്ലെങ്കിൽ ഇതിൽ പ്രവചന വാക്കുകൾ വിളംബരം ചെയ്യുന്ന പ്രവാചകന്മാർ അവരുടെ വാക്കുകളെ വിശ്വസിക്കാൻ ആകുമോ? 3, യേശു പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാൻ ആകുമോ? 4, യേശു പിതാവ് എന്ന് വിളിച്ചത് ആരെയാണ്? 5, യഹോവയായ ദൈവം ചെയ്യുവാൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്ത പ്രവൃത്തികൾ അത് ക്രൂരതയോ? ഈ 6 ടോപ്പിക്കുകൾ നമ്മൾ തിരുവചന അടിസ്ഥാനത്തിലൂടെ പരമാവധി ഞാൻ വാക്കുകൾ ചുരുക്കുവാൻ ശ്രമിക്കുന്നു. തെളിവുകൾ ധാരാളമുണ്ടെങ്കിലും ശ്രോതാക്കൾക്ക് അത്യാവശ്യം മനസ്സിലാക്കുവാൻ ഉതകുന്ന തെളിവുകൾ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ ഹ്രസ്വമാക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുവാനുള്ളതിൻ്റെ നിമിത്തമായ ഒരു വീഡിയോ, അതിൻ്റെ ഒരു ഏതാനും ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. യഹോവയുടെ പ്രധാനപ്പെട്ട ഒരു തള്ള് നമ്മൾ കാണാൻ പോവാണ്. യഹോവയുടെ ഒരു തള്ള് അദ്ദേഹം എസക്കിയേൽ പ്രവാചകന്റെ അടുത്ത് തള്ളിമറിച്ച ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. And I will make the rivers dry and sell the land into the hand of the wicked, and I will make the land waste. നിങ്ങൾ ഈ യഹോവയുടെ വചനങ്ങൾ കാണുന്ന മുഴുവൻ നാശമാണ് അദ്ദേഹം പറയുന്നത്. സോ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ഈസ് ദ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അദ്ദേഹം നാശമൂർത്തിയാണ്, സംഹാരമൂർത്തിയാണ്. അദ്ദേഹത്തിന് അതേ അറിയാവുള്ളൂ. മനസ്സിലായി? അദ്ദേഹത്തിന് അതേ അറിയാവുള്ളൂ. പൊളിക്കാൻ മാത്രം അറിയുന്ന, നശിപ്പിക്കാൻ മാത്രം അറിയുന്ന സംഹാരത്തിന്റെ മൂർത്തിയാണ്, നാശത്തിന്റെ മൂർത്തിയാണ്, രോഗങ്ങളുടെ മൂർത്തിയാണ്, ബാധകൾ അയക്കുന്ന മൂർത്തിയാണ്, മരണത്തിന്റെ ദേവനാണ്. ദിസ് ഈസ് യഹോവ. നിങ്ങൾ ഈ യഹോവയെ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ യഹോവയാണ് ദൈവം എന്ന് പറയുമ്പോൾ, ഈസ് ഹെൽപ്ലെസ്. കാരണം അദ്ദേഹത്തിന് അറിയാവുന്ന തൊഴിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തെ ആരാധിച്ചാൽ അദ്ദേഹം വന്ന് പ്രസാദിക്കും. അദ്ദേഹം ഇതൊക്കെ തന്നെ നിങ്ങളോട് ചെയ്യത്തുള്ളൂ. ഒന്നേ നിങ്ങളെ നശിപ്പിക്കും, വിളിച്ചു കയറ്റിപ്പോയാൽ ചാത്തനാണ്. ഈ ചാത്തൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാശമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വ്യക്തിയും തൻ്റെ പഠിപ്പിക്കലുമാണ്. എന്നാൽ താൻ വേദപുസ്തകത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വളരെ കീറി മുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പൗലോസ് അപ്പോസ്തലനെ വിശേഷിപ്പിച്ചൊരു പദം ഒന്ന് കേൾക്കുക. ഇന്ന് ലോകത്ത് അനേക തരത്തിലുള്ള സുവിശേഷങ്ങൾ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അതേക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് മറ്റൊരു സുവിശേഷം എന്നാണ്. പരിശുദ്ധ പൗലോസ്ലീഹ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കണ്ടെത്തൽ മാത്രമാണ്, അത് എത്രത്തോളമാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീയല്ലോ ഏക പരിശുദ്ധൻ. നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയെ പരിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുവാൻ ബൈബിൾ അനുവദിക്കുന്നുണ്ടോ? വിശുദ്ധർ എന്ന് പറയാം. പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ആ വിശുദ്ധിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് പരിശുദ്ധൻ എന്ന്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും ഞാൻ അറിയാതെ തന്നെ തിന്മ ചെയ്യുന്നു. കാരണം ആ ഒരു പാപത്തിൻ്റെ പ്രമാണം എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നു. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ മണ്ണിൻ്റെ സ്വഭാവമുള്ള ജഡത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ വിശേഷാൽ പൗലോസ് അപ്പോസ്തലൻ അംഗീകരിച്ചു പറയുന്നു, ഞാൻ അറിയാത്ത തിന്മ ചെയ്യുന്നു, ആ തിന്മയുടെ പ്രമാണം എന്നിലുണ്ടെന്ന്. ആ തിന്മയുടെ പ്രമാണം ശരീരത്തിൽ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി, പലപ്പോഴും അതിനെ പോരാടി ആത്മാവിൽ ജയിച്ചിട്ടുള്ളതായ ഒരു വ്യക്തി എങ്ങനെ പരിശുദ്ധനാകും? എങ്കിൽ പരിശുദ്ധൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം
ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഇത് ശ്രോതാക്കൾ തന്നെ വിലയിരുത്തുക. പിന്നെ നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, കുറച്ച് ഭാഷകളെടുത്ത് അമ്മാനമാടിയാൽ ആ വ്യക്തി വലിയ പണ്ഡിതനാണെന്ന്. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നത്, എൻ്റെ മകൻ അവൻ ഏകദേശം 2 വയസ്സ് ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഈ മുടിയൊക്കെ നീട്ടി താടിയൊക്കെ ഉള്ളൊരു വ്യക്തിയെ കണ്ടാൽ പറയും, ദേ ഒരു യേശു അപ്പച്ചൻ പോകണം, ഒരു യേശു അപ്പച്ചൻ പോകണമെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ച, മോനെ നീ എന്താ ഇങ്ങനെ പറയുന്നത്? ആ യേശു അപ്പച്ചൻ അങ്ങനെ ഇരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷി ഈ കലണ്ടറിലും ഈ ഫോട്ടോയും ഈ പരിപാടിയൊക്കെ കണ്ട് താടിയും മുടിയും നീട്ടിയ ഒരു യേശുവിനെയാണ് ഈ കക്ഷി കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിൻ്റെ വിചാരം മുടിയും നീട്ടി താടിയും നീട്ടിയ എല്ലാം യേശുവാണെന്നാണ്. എന്ന് പറഞ്ഞ രീതിയിൽ ഈ ആത്മീയ ലോകത്തിൽ ഈ പഠിപ്പിക്കുന്നവരുടെ ഇടയിലും പഠിക്കുന്നവരുടെ ഇടയിലും ഒരു ധാരണയുണ്ട്, കുറേ ഭാഷകളിട്ട് കൈകാര്യം ചെയ്താൽ അദ്ദേഹം വലിയ പണ്ഡിതനായിരിക്കുമെന്ന്. ഇവിടെ യഹോവയെക്കുറിച്ച് ഇവർ പറയുന്നത്, യഹോവയുടെ തള്ള്. എന്ത് തള്ള്? ഒരു വാക്യം കാണിച്ചിട്ട് പറഞ്ഞു, യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞത് നദിയെല്ലാം വറ്റി വരണ്ടു പോകും. ആ വാക്യം എടുത്ത് വായിച്ചു നോക്കുക, അപ്പോൾ അറിയാം അവിടെ എന്താ പറയുന്നത്. ഇതിനെ എന്നിട്ട് യഹോവയെക്കുറിച്ച് പറയുന്നത്, യഹോവ നശിപ്പിക്കാൻ വേണ്ടി, പൊളിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയുള്ളതാണ്, ഒന്നും പണിയുന്നവനല്ല. നോക്കിക്കേ എന്താ സംഭവിച്ചത് ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, ഈ യെഹെസ്കേൽ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചുവെങ്കിൽ, യെഹെസ്കേൽ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ആ ആശയം വെച്ചുകൊണ്ട് യഹോവ ക്രൂരനാണെന്നും നശിപ്പിക്കുന്നവനാണെന്നും എന്തൊക്കെയുള്ളതായ ഒരു പഠനം നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ ഈ ചോദിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽക്കാരോടാണ്. യെഹെസ്കേൽ പറഞ്ഞതും യെശയ്യാവ് പറഞ്ഞതും ദാനിയേൽ പറഞ്ഞതും ചുരുക്കി പറഞ്ഞ സകല പ്രവാചകന്മാർ പറഞ്ഞതും ആ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ടല്ലേ യഹോവ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ഈ യെഹെസ്കേൽ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചോ? ആ വിശ്വസിക്കാനുള്ള കാരണമെന്ത്? കാരണം യെഹെസ്കേലിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് യഹോവയാണ്. മനസ്സിലായോ? ഇച്ചിരി കിഡ്നി പ്രവർത്തിക്കണം എന്ന് ഗ്രഹിക്കാൻ. ഈ യെഹെസ്കേൽ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ യെഹെസ്കേലിനെ കൊണ്ട് പറയിപ്പിച്ചത് യഹോവയാണ്. അപ്പോൾ യഹോവ വ്യാജനാണെങ്കിൽ യെശയ്യാവ് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചോദ്യം. നിങ്ങൾ പറയുന്ന യേശു, നിങ്ങൾ പറഞ്ഞല്ലോ രണ്ട് യേശു ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞൊരു സുവിശേഷത്തിന് വിരോധമായി സുവിശേഷം കൊണ്ട് വരുന്ന വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്ന ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു നിങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, ഇതിനെക്കുറിച്ചുള്ള അറിവ്, ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ മറിയ പ്രസവിച്ച യേശുവാണ് നിങ്ങൾ പറയുന്ന ക്രിസ്തു എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾക്ക് കിട്ടിയത് ആഹാസിനോട് ദൈവം പറഞ്ഞൊരു കാര്യം, ഒരടയാളം യെശയ്യാവ് കുറിച്ച് വച്ചിട്ടുണ്ട്. അത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നാണ്. അത് യെശയ്യാവിലൂടെ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. മനസ്സിലായല്ലോ? കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. സത്യത്തിൽ ഈ യാഥാർത്ഥ്യം അറിയാവുന്ന ഏക മനുഷ്യൻ യോസഫ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം വിശ്വാസമാണ്. യോസേഫിന് മാത്രമേ അത് അംഗീകാരമുള്ളൂ. ബാക്കി എല്ലാവരും ഇവള് തന്നെയാണ്, ഈ മറിയ തന്നെയാണെന്നുകൊണ്ട് വിശ്വസിക്കുക. ആശയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ആ ആഹാസിനോട് പറയുന്ന ഈ വാക്തത്വം, ഇത് യഹോവയാണ് പറയിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? യഹോവയാണ് പറയിപ്പിക്കുന്നത്. അപ്പോൾ യഹോവ പറയിപ്പിച്ച അടയാളപ്രകാരം ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന യേശുവിനെ ആണ് നിങ്ങൾ ക്രിസ്തുവായി സ്വീകരിക്കുന്നത് എങ്കിൽ മാത്രം എൻ്റെ ഈ ആശയം ഉൾക്കൊണ്ടാൽ മതി. ഇല്ലായെങ്കിൽ സോറി പറഞ്ഞ് ഈ സഹോദരൻ കണ്ട് വിട്ടേരെ. ഒന്നുകൂടെ പറയാം, മറിയയിലൂടെ പ്രസവിച്ച യേശുവിനെയാണ് നിങ്ങൾ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുന്നതെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഒഴിവായി പോകാൻ പറ്റത്തില്ല. അല്ല എങ്കിൽ ഈ സഹോദരൻ അജ്ഞതയിൽ നിന്ന് എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിട്ടേരെ. ഞങ്ങൾ പറയുന്നു, യെശയ്യാവിലൂടെ വിളിച്ചു പറഞ്ഞ ആ കന്യക ഗർഭിണിയായി പ്രസവിക്കപ്പെട്ട ഒരു മകൻ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവാണ്. ആ യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ പ്രാവചനികമായ വാക്കുകൾ പ്രവാചകനിലൂടെ വിളിച്ചു പറയിപ്പിച്ചതിൻ്റെ പിന്നിൽ
ഈ സന്ദേശം കൊടുത്തത് യഹോവയാണ്. അപ്പോൾ ഈ യേശുവിനെ ഞങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ യെശയ്യാവിനെയും ഞങ്ങൾക്ക് വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ ഈ യെശയ്യാവിനെ കൊണ്ട് പറയിപ്പിച്ച യഹോവയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അതിൻ്റെ ഒരു തെളിവ് കൂടി പറയാം. ആ യെശയ്യാ പ്രവാചകനെ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ഈ യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പുസ്തകത്തിൻ്റെ 48-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യഹോവയായ കർത്താവ് തൻ്റെ ആത്മാവിനെയും എന്നെയും അയച്ചിരിക്കുന്നു. മലയാളം ബൈബിളിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ലോർഡ് ഗോഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഹാത്ത് സെൻഡ് മീ. ഇത് യേശുവാണെന്ന് വളരെ വ്യക്തമായി താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ യേശുവിനെ അയച്ചത് യഹോവയാണ് എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തി പറയുന്നതായിട്ട് യെശയ്യാ പ്രവാചകൻ ആത്മാവിൽ പ്രാവചനികമായി വിളിച്ചു പറയുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ഞങ്ങൾ പറയുന്ന യേശുവിനെ, ആ യേശുവിനെ അയച്ചത് ആരാണെന്ന് യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്നു. ഈ അയക്കപ്പെട്ടു എന്ന് പറയുന്ന യേശുവിനെ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട് യെശയ്യാവിനെയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. യെശയ്യാവിനെ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട് യെശയ്യാവിനെക്കുറിച്ച് പറഞ്ഞ യഹോവയെയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നവർക്ക് ഈ യേശുവിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പ്രാവചനികമായി, അല്ല ഈ ലോകത്തിലേക്ക് വരുവാനുള്ള രക്ഷകനായി, അതായത് ക്രിസ്തുവായി വാഴുവാനുള്ളവൻ ഈ മറിയയിലൂടെ ജനിച്ച യേശു ആണ് എന്ന് ഗ്ലോറിയസ് ഗോസ്പൽക്കാർക്ക് പറയാനുള്ള ചങ്കൂറ്റം, അതിനുള്ള തെളിവ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? മറിയ വന്ന് പറഞ്ഞോ ഞാൻ കന്യകയായിരുന്നെന്ന്? മറിയ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷേ അതിന് തെളിവും കൊണ്ടുവരണമായിരുന്നു. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് ഒരു സ്ത്രീ വന്ന് പറയുന്ന അങ്ങനെ വിശ്വസിക്കാൻ കഴിയും. പിന്നെ സർട്ടിഫിക്കറ്റ് വേണം. അതും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ മടിക്കത്തുമില്ല. ഏത് ആ സർട്ടിഫിക്കറ്റ്? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ പറയുന്ന യേശു, ആ യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഒരു പ്രവചനമെങ്കിലും യേശുവിനെക്കുറിച്ച് നിറവേറിയതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഉണ്ടെങ്കിൽ ഈ 66 പുസ്തകമടങ്ങിയ അല്ലെങ്കിൽ 39 പുസ്തകങ്ങളടങ്ങിയ ഈ പഴയ നിയമത്തിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ പറയപ്പെടുന്ന ഒരു വാക്ക്, അതായത് മറിയയിലൂടെ ജനിച്ച യേശുവാണ് ക്രിസ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കുവാൻ, അതിന് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് പറയുവാനുള്ള ഒരു പ്രാവചനിക വാക്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ബൈബിളിൽ നിന്നല്ലാതെ. വ്യക്തമായി പറയുന്നത്, അടയാള സഹിതം പറയുന്നത് യെശയ്യാവാണ്. ആ യെശയ്യാവ് പറയുന്നു തൻ്റെ കൊണ്ട് പറയിപ്പിച്ചത് യഹോവയാണെന്ന്. എവിടെ കൊണ്ടിട്ട് ഒപ്പിക്കും ഗ്ലോറിയസ് ഗോസ്പൽ മിനിസ്ട്രിക്കാരെ? അപ്പോൾ ഇവിടെയല്ലേ ഈ പൂച്ച കൊള്ളാം പൂച്ചയുടെ കണ്ണ് കൊള്ളില്ല എന്ന് പറയുന്ന ഒരാശയം, അത് അത്ര പൊരുത്തപ്പെട്ടതല്ല. കാരണം അതിനേക്കാൾ അപ്പുറം പോയി സംഭവം. എന്താണെന്ന് ചോദിച്ചാൽ പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വാസമാണ്. അതായത് യേശുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനം കാര്യങ്ങളൊക്കെ. പക്ഷേ പ്രവാചകന്മാരെ കൊണ്ട് പറയിപ്പിച്ച യഹോവയിൽ വിശ്വാസമല്ല. അപ്പോൾ ഏകദേശം ആശയം മനസ്സിലായി കാണും. ഇനി ഇതിൻ്റെ എന്തെങ്കിലും മറുപടി നിങ്ങൾക്കുണ്ടെങ്കിൽ ജനസമക്ഷത്തേക്ക് അത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം പഠിക്കാൻ വേണ്ടിയാണ്. ഇതൊരു സംവാദമല്ല, ഞാൻ സംവാദത്തിന് പോകുന്ന ഒരാളല്ല. എൻ്റെ വീഡിയോ എപ്പോഴും ഫ്രീ ആയി ആർക്കും ഡൗൺലോഡ് ചെയ്തെടുത്ത്, ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, വലിയ കഴിവൊന്നുമില്ല, പുള്ളിക്കൊരു നേരം പോക്ക്, പുള്ളിക്കൊരു ചാനലുണ്ട് ക്രിസ്ത്യാനികളെ ഉണർവ് ഏതാണ്ടൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ വീഡിയോ ഒന്നും ഇടാനൊന്നും കിട്ടാതിരുന്നുകൊണ്ട് പുള്ളി അത് ചെയ്തു, നല്ല കാര്യം. ഞാനതിനൊന്നും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജനം ഇത് ഗ്രഹിപ്പാനായി ജനസമക്ഷത്തേക്ക് ഒരു മറുപടി കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വിശുദ്ധ ബൈബിളിൽ ഈ 66 പുസ്തകങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ക്ലോസറ്റിൽ തുടയ്ക്കാനൊക്കെ കൊള്ളത്തുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് അതിൽ മറുപടി അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ എൻ്റെ ചോദ്യം, ഇവർ പറയുന്ന ക്രിസ്തു ഈ യേശു തന്നെയാണെന്ന് ഇവർക്ക് തെളിയിക്കാനുള്ള വാക്യം എവിടെ നിന്ന് കിട്ടി? ഈ 2 ടോപ്പിക്കുകളുടെ വിശദീകരണമാണ് വന്നത്. ഒന്ന്, വിശുദ്ധ ബൈബിൾ 66 പുസ്തകം നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതിൻ്റെ ഗ്രന്ഥകർത്താക്കളെയും പ്രവാചകന്മാരെയും നിങ്ങൾ വിശ്വസിക്കുന്നുമോ? അപ്പോൾ അതിന് രണ്ടിനും വ്യക്തമായ മറുപടി തെളിവ് സഹിതം തന്നാൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കപ്പെടും. അടുത്ത എൻ്റെ ചോദ്യം,
യേശു പറയുന്നത്, അതായത് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ കാണുന്ന യേശുവിൻ്റെ പ്രസ്താവനകളും അവകാശവാദങ്ങളും സത്യസന്ധം ആണോ? ആണെങ്കിൽ യേശു പിതാവേ എന്ന് വിളിച്ചത് ആരെയാണ്? നമ്മൾ അതിൻ്റെ പഠനങ്ങളിലേക്കാണ് പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ പ്രപഞ്ച സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. രണ്ടാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വരെ ഏകദേശം 35 പ്രാവശ്യം ദൈവം ദൈവം ദൈവം, അതായത് ഈ സൃഷ്ടികർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ മുതൽ യഹോവയായ കർത്താവ് എന്നൊരു പദം അവിടെ കാണുന്നു. അത് പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ നാളിൽ. എങ്കിൽ ശ്രദ്ധിക്കുക, മുൻ അധ്യായത്തിൽ പുറകോട്ടുള്ള 34 വാക്യങ്ങളിലായി 35 പ്രാവശ്യം ദൈവം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയാണ് യഹോവ ആയ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവം യഹോവയാണെന്ന്. യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഈ 2 വാക്യങ്ങളിലൂടെ ഒരു കാര്യം വ്യക്തമായി. ഈ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം യഹോവയായ ദൈവമാണെന്ന് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു അത് അവൻ്റെ പേരാണെന്ന്, അവൻ്റെ നാമമാണെന്ന് പറയുന്നു. എങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പേരാണ് യഹോവ. ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഇവരുടെ പഠിപ്പിക്കൽ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, സകലത്തിൻ്റെ സൃഷ്ടാവ്, ഇസ്രായേലിൻ്റെ ഭർത്താവ് എന്ന് വിശേഷിക്കപ്പെടുന്നവൻ ആരാ? നശിപ്പിക്കുന്നവൻ, പൊളിക്കുന്നവൻ, ചാത്തൻ, എന്തൊക്കെ വാക്കുകളാണ് വിശേഷിപ്പിക്കുന്നത്? അല്ല എങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ആരെന്ന് ഈ ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ പോകുന്ന ആർക്കെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമ പുസ്തകം മാറ്റിവെച്ചിട്ട്, ഒന്നുകൂടി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മാറ്റിവെച്ചിട്ട് ഒരു ചരിത്രരേഖ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് പോലെ വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, ആ ദൈവം യഹോവയാണ് എന്ന് നിങ്ങൾ പറയുന്നത് പോലെയല്ല. അതിൻ്റെ അപ്പുറം നിങ്ങൾക്കറിയാത്തൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് ഇന്നതാണ്, ആ സൃഷ്ടാവിൻ്റെ പേരിന്നതാണെന്ന് പറയുവാൻ നിങ്ങൾക്കൊരു തെളിവ് സഹിതം പറയുവാൻ കഴിയുമോ? നാളിതുവരെയും ഈ ഒരു ഉപദേശക്കാരെ ഇറങ്ങുന്നതുവരെയും ക്രൈസ്തവ സമൂഹം ചങ്കൂറ്റത്തോടുകൂടി യഥാർത്ഥമായ ബൈബിൾ വിശ്വസിക്കുന്നവർ അന്നും പറയും ഇന്നും പറയും, ഈ യേശുവിനെ അയച്ച യഹോവയായ ദൈവമല്ലാതെ വേറെ ആരുമല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ഈ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് പറയാൻ കഴിയും. ഇപ്പോൾ വേറൊരു ആശയം കയറി വരുമേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന വചനം, ആ വചനമാണ് സകലം സൃഷ്ടിച്ച, ആ വചനത്തെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യനായി വന്ന യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് മുൻപുണ്ടായിരുന്ന പദവി ഒഴിവാക്കിയിട്ടല്ല എന്നുള്ള കാര്യം ശ്രോതാക്കൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തൻ്റെ നാമം യഹോവയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വരാൻ പോകുന്നത് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, പ്രാർത്ഥനയല്ല പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിന് ശേഷം ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ ചാനലിൽ തന്നെ കണ്ടൊരു കാര്യമാണ്, പെന്തക്കോസ്തുകാർ എന്തുകൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല, അതിന് വ്യക്തമായ ഞാൻ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ആശയം എൻ്റെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പെന്തക്കോസ്ത് സഭയുടെ പരമോന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് കൺവെൻഷൻ്റെ 99ാമത്തെ വാർഷിക കൺവെൻഷനിൽ നിന്ന് താൻ പ്രസംഗിക്കുന്ന ഒരു ആശയത്തിൻ്റെ ക്ലിപ്പ് ഞാൻ കേട്ടു. അദ്ദേഹത്തിനൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളാരും ഇപ്പോഴത് അംഗീകരിക്കേണ്ട, ഞാൻ പറയാൻ പോകുന്ന ആശയം കേട്ടിട്ട് വിലയിരുത്തിയാൽ മതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടെ മുതൽ യേശു
പിതാവേ 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 എന്ന് വിളിച്ചത്, അതായത് പിതാവേ എന്ന് വിളിച്ചത് ആരെയാണ് എന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ കണ്ടെത്താൻ പോവുകയാണ്. വാക്യങ്ങളെടുത്ത് ഞാൻ വായിപ്പിക്കുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 5:23 പറയുമ്പോൾ, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. അയച്ച പിതാവിനെ. ആരാണ് അയച്ചത്? പിതാവ്. ഓക്കെ. 5-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുന്നത്. ആരാണ് അയച്ചത്? പിതാവ്. അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, പിതാവ് എന്നെ അയച്ചുവെന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. 39-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചവനെ യേശു പിതാവേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയെങ്കിൽ ആ അയച്ചവൻ ആരാണെന്ന് കണ്ടെത്തിയാൽ പിതാവ് ആരാണെന്ന് കണ്ടെത്താൻ എളുപ്പമായല്ലോ. അതിന് യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആദ്യം ഉച്ചരിച്ചതാണ്, ദ ലോർഡ് ഗോഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഹാത്ത് സെൻഡ് മീ. ആരാണ്? അവിടെ യഹോവയായ കർത്താവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയായ കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് യേശു പറയുമ്പോൾ, എന്നെ അയച്ച എൻ്റെ പിതാവെന്ന് പറയുമ്പോൾ അയച്ചത് 2 പേരല്ലല്ലോ. ഇത് രണ്ടും കൂടി കോർത്ത് ചേർത്ത് വെച്ചാൽ അയച്ചത് ആരാണെന്ന് വ്യക്തമായല്ലോ. യേശു പറയുന്നത്, എന്നെ അയച്ച എൻ്റെ പിതാവ് അത് യഹോവയാണെന്ന് യെശയ്യാ പ്രവാചകൻ്റെ 48-ാം അധ്യായത്തിൽ താനത് കുറിച്ചു വച്ചിരിക്കുന്നു. സംശയമുണ്ടോ? ഇനി യേശു തന്നെ യഹൂദന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ഇസ്രായേൽ ജനത്തെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുക. പഴയ നിയമം വായിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് വിശ്വാസമല്ലാതെ വരുന്നത്. പുതിയ നിയമത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവ് ആകുന്നു. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. അടുത്തത്, അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. യേശു പറയുകയാണ്, എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നെ അയച്ചവനാണ്. അയച്ചവനെ നിങ്ങൾ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നു. ആരാണ് ഇസ്രായേലിൻ്റെ ദൈവം? യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് വിശ്വാസം ഉണ്ട് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ ആ പ്രവചനമടങ്ങിയ ഗ്രന്ഥത്തിൽ, അതായത് യെശയ്യാവ് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം ഏത് നാവിലൂടെയാണോ പുറത്തു വന്നത്, ഏത് വ്യക്തിയാണോ തന്നെ കൊണ്ട് പറയിപ്പിച്ചത്, അതായത് യെശയ്യാവിനെ കൊണ്ട്, അതേ നാവിലൂടെ തന്നെ അതേ വ്യക്തി തന്നെ പറയിപ്പിച്ച കാര്യമാണ് യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും യേശുവിനെ അയച്ചുവെന്ന്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ ഭരണത്തെക്കുറിച്ചും ഭരണത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ചും ഭരണദേശത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് യെശയ്യാവാണ്. ആ യെശയ്യാവ് പറയുന്നു, തന്നെ അയച്ചത് യഹോവയാണെങ്കിൽ ആ യഹോവയെ യേശു തന്നെ ഇസ്രായേലിനോട് പറയുകയാണ്, എന്നെ അയച്ചവൻ എൻ്റെ പിതാവാണ്. ആ പിതാവിനെയാണ് നിങ്ങൾ ദൈവമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആരാണ് ദൈവം? യഹോവ തന്നെ. ഇവിടെ ഈ വേറിട്ട ചിന്തയിൽ ഞാൻ ഈ പറയുന്ന ആശയത്തെ ഖണ്ഡിക്കണമെങ്കിൽ, ഞാനിത് പറയുന്നത് തെറ്റാണെന്നും അത് വിഡ്ഢിത്തരമാണെന്നും പറയണമെങ്കിൽ ഏക മാർഗം ഇത്രയേ ഉള്ളൂ. വിശുദ്ധ ബൈബിൾ ഞങ്ങൾക്ക് വിശ്വാസമല്ല, ബൈബിളിൽ യേശു പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമല്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ്. അതല്ല, വിശുദ്ധ ബൈബിൾ സത്യമാണെന്നും വിശുദ്ധ ബൈബിളിൽ പറയുന്ന യേശു പറയുന്ന വാക്കുകളും സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ ചിന്ത തെറ്റെന്ന് തെളിയിക്കുവാൻ മറ്റെന്തെങ്കിലും വാക്യങ്ങളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അത് ജനസമക്ഷത്തേക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇല്ല എങ്കിൽ സത്യാന്വേഷികളായിരിക്കുന്ന ഭക്തജനങ്ങൾ, വചനം കൂടുതലായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇത്രയും വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് മനസ്സിലാക്കി കഴിയും.
ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത് ഇതിനെ ഗ്ലോറിയസ് ആയി കാണുന്നത് സത്യദൈവമാണോ അതോ ലൂസിഫറാണോ എന്ന് ഇതിനൊക്കെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ മറ്റൊരു ശൈലിയിലായിരിക്കാം, അതൊന്നും എനിക്ക് വിഷയമല്ല. നമ്മൾ ഈ സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഒരുവിധപ്പെട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പോരാതിട്ട് ഞാൻ താമസിക്കുന്നൊരു ജംഗ്ഷനിലാണ്. എൻ്റെ വീട് കടകളുടെ നടുവിലാണ്, മെയിൻ റോഡിന് ചേർന്ന്. അപ്പോൾ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ ചെറിയ പരിപാടികളൊക്കെ നടക്കണം. കേൾക്കാം, പയ്യെ പറഞ്ഞാലും നമുക്ക് കേൾക്കാം. അത്രയ്ക്കും റോഡിനോട് ചേർന്ന് താമസിക്കുന്നത്. പിന്നെ നിലവിൽ കേട്ടിട്ടുള്ളതൊക്കെ ആണെങ്കിൽ വലിയ പുതുമയൊന്നുമില്ല. ഇനി പുതിയ കേൾക്കാത്ത സൈസ് സാധനം ഉണ്ടെങ്കിൽ പുതിയതൊരെണ്ണം കേട്ടല്ലോ എന്നുള്ളൊരു പുതിയൊരു അറിവും കൂടെയായി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിഷയമല്ല. വചനത്തിലൂടെ ഇതിനെ തെളിയിക്കുവാൻ, തങ്ങളുടെ ആശയം ശരിയാണെന്ന് വചനത്തിലൂടെ തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. വേറിട്ട ചിന്തയിൽ ഈ സഹോദരൻ പറഞ്ഞ ഈ ആശയങ്ങൾ തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾക്ക് വചനമുണ്ടോ? ഇല്ല എങ്കിൽ ഒരു കാര്യം വ്യക്തം, യേശു പിതാവെ എന്ന് വിളിച്ചത് യഹോവയെ തന്നെയാണ്. ഇനി അടുത്ത അവസാനത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. യഹോവയുടെ ചെയ്തികൾ, പ്രവൃത്തികൾ പലരെയും കൊല്ലുവാൻ ആഹ്വാനം ചെയ്തു. അത് നിഷ്ഠൂരമല്ലേ, ക്രൂരതയല്ലേ? ഇതിനാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ വളർത്തുന്ന കോഴി, ആട്, താറാവ് എന്നിവയെ ഞാൻ കൊന്നാൽ അത് ഇന്ത്യൻ നിയമപ്രകാരം അത് തെറ്റല്ല. എന്നാൽ എൻ്റെ വീട്ടിൽ വളർത്തുമൃഗമായ ഒരു പശുവിനെ ഞാൻ ഇവിടെ കൊന്നാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട് ഒരു പശുവിനെ കൊന്നാൽ മിക്കവാറും തിരിച്ചു പോരിച്ച് നടക്കത്തില്ല. അത് അവരുടെ ഒരു വിശ്വാസമാണ്. അതിനെ തെറ്റെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അത് അവരുടെ വിശ്വാസമാണ്. അത് അവർ തന്നെ ചിന്തിക്കണം തെറ്റോ ശരിയോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, കേരളത്തിൽ അത് ചെയ്താൽ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ ചെന്നൊരു പശുവിനെ കൊന്നാൽ മിക്കവാറും തിരിച്ചു പോരിച്ച് നടക്കത്തില്ല. ഇനി എൻ്റെ വീട്ടിലെ പശുവിനെ, എൻ്റെ വീട്ടിലെ ആടിനെ അയൽവാസി കൊന്നാൽ മിക്കവാറും വിഷയമാകും. കാരണം ഉടമസ്ഥൻ ഞാനായി, എനിക്കത് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ദയാവധം എന്ന് പറയുന്നൊരു പദമുണ്ട്, ഇന്നതില്ല. ആ ഒരു സംഭവം നിലനിൽക്കുന്നൊരു കാലമാണെങ്കിൽ ദയാവധത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് തോന്നിയാൽ അതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് ആ വ്യക്തിയെ വധിക്കുമ്പോൾ അതൊരു തെറ്റല്ല. എവിടെ തെറ്റല്ല? നമ്മുടെ രാജ്യത്ത് തെറ്റല്ല. ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല. പക്ഷേ ഇന്ത്യയുടെ നിയമപ്രകാരം പരമോന്നത കോടതി ഒരാളെ തൂക്കിക്കൊന്നാൽ വിധിച്ചു. ആരാച്ചാൽ ആ വ്യക്തിയെ വധിക്കുമ്പോൾ അതൊരു തെറ്റല്ല. മനസ്സിലാക്കണേ, ആശയങ്ങൾ മനസ്സിലാക്കി പോകണം. അപ്പോൾ ഇവിടെ ഒരു കൂട്ടം ആളുകൾ ചെയ്യുമ്പോൾ തെറ്റ്, ഒരു കൂട്ടം ആളുകൾ ചെയ്യുമ്പോൾ തെറ്റല്ല. പരമോന്നത കോടതിയിൽ നിന്നുള്ള വിധി പ്രകാരം അത് നിർദ്ദേശിക്കപ്പെട്ട ആരാച്ചാർ ഒരു വ്യക്തിയെ കൊല്ലുമ്പോൾ അത് തെറ്റല്ല. എന്നാൽ ആ കൊലപ്പെടുവാനായി വിധിക്കപ്പെട്ട വ്യക്തിക്ക് ജന്മം കൊടുത്ത് വളർത്തിയ അപ്പൻ കൊന്നാൽ അത് തെറ്റാണ്. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ നിയമമാണ് അതിനെ ശരിയും തെറ്റും ആക്കി മാറ്റിയത്. ഒന്ന് ചിന്തിക്കുക. 2, ഉടമസ്ഥൻ അത് ചെയ്യാം. അതാണ് ഏറ്റവും അതിപ്രധാനമായൊരു കാര്യം. ഈ നമ്മുടെ രാജ്യത്തുള്ളൊരു സിംഹം ഒരു മാനിനെ കൊന്നാൽ, ഒരു മ്ലാവിനെ കൊന്നാൽ, ഒരു കാട്ടുപോത്തിനെ കൊന്നാൽ ആരും ചോദിക്കാൻ ചെല്ലത്തില്ല. കാരണം അവർക്ക് നിയമമില്ല. എന്നാൽ ആ സിംഹത്തിനുള്ള അതേ നിയമം തന്നെ നമ്മൾക്കും മനുഷ്യർക്കും അനുവദിച്ച് തരികയാണെങ്കിൽ ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ, ഒരാടിനെ കൊല്ലുന്നത് പോലെ മനുഷ്യനെയും കൊല്ലാം. കാരണം നിയമമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, നിയമമാണ് ഒരു പ്രവൃത്തിയെ തെറ്റാക്കി മാറ്റുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു ഉടുമ്പ്, നമ്മുടെ വീടിനകത്തുള്ള പല്ലിയുടെ ഷേപ്പ് അറിയാമല്ലോ. ആ പല്ലിയെ നിങ്ങൾ കൊന്നാൽ 10 പേരോട് പറഞ്ഞ് നടന്നാലൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ പല്ലിയുടെ അതേ ഷേപ്പുള്ള അല്പം വലിപ്പമേറിയൊരു സാധനമാണ് ഉടുമ്പ്. അതിനെ കൊന്നിട്ടൊന്ന് പറയാമോ, പുറത്തിറങ്ങി പറയാമോ ഞാൻ ഉടുമ്പിനെ കൊന്നെന്ന്? കളി മാറും. എന്താ സംഭവിച്ചേ? 2 ജീവികൾ, 2 ഒരേ ഷേപ്പ്, വലിപ്പത്തിൻ്റെ വ്യത്യാസം, ആരോഗ്യത്തിൻ്റെ വ്യത്യാസം, പേരിൻ്റെ വ്യത്യാസം. സംഭവം കൊന്നു കഴിഞ്ഞാൽ നടപടികളിലും വിശ്വാസം. മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. എന്നാൽ ഇവിടെ അതിപ്രധാനമായി ഞാൻ പറഞ്ഞു വരാൻ താല്പര്യപ്പെട്ട വിഷയം, യഥാർത്ഥത്തിൽ മനസ്സാക്ഷിയുടെ മുന്നിൽ വിചാരിച്ചാൽ
ഇവിടെ ഒരു മനുഷ്യനും എത്ര അധികാരമുണ്ടെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലാൻ ഉള്ള മനസ്സാക്ഷിയുടെ പ്രമാണമില്ല. കാരണം ഒന്ന് കൊടുക്കുവാൻ കഴിയുന്ന സാധനമേ നമ്മൾ എടുക്കാവൂ. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഒരു വ്യക്തി നമ്മൾ തന്നെ ഒരു ലോൺ പോയി എടുത്താൽ തിരിച്ചടയ്ക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കാവുള്ളൂ. എന്നതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല എങ്കിൽ അവൻ്റെ ജീവൻ എടുക്കാനുള്ള അധികാരവും താങ്കൾക്കില്ല എന്നുള്ള കാര്യം മറകൂടാത്തൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ചിലർക്കതിൻ്റെ അധികാരങ്ങൾ രാജ്യത്താൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ അവരത് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ജീവൻ്റെ ദാതാവായ ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അപ്പോൾ മരണം എല്ലാവർക്കും ഉണ്ടല്ലോ, ഉണ്ട്. ഇതാരാ വെച്ചിരിക്കുന്നത്? ദൈവമാണ്. ആ ദൈവമാണ് ജീവൻ പകർന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉടമസ്ഥന് എടുക്കാനുള്ള അവകാശമുണ്ട്. അവനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. വിശുദ്ധ ബൈബിൾ യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഒരു കുശവനോട് കളിമണ്ണിന് ചോദിക്കാനുള്ള, അതിൻ്റെ കളിമണ്ണുണ്ടാക്കുന്ന പിണ്ടത്തിന് ചോദിക്കാനുള്ള അവകാശമുണ്ടോ? നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന്? വീണ്ടും അത് ശരിയായില്ലെങ്കിൽ ഉടച്ചിട്ട് വീണ്ടും വാർക്കുവാൻ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെ റോമാലേഖനത്തിലും പറയുന്നില്ലേ? ഉണ്ട്. ഇനി പുതിയ നിയമം നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുശവന് അതുണ്ടാക്കാനും ഉണ്ടാകാതിരിക്കാനും ഇനി അത് ഉടച്ചു കളയാനും ഉടച്ചിട്ട് വീണ്ടും വാർക്കാനും ഇതിനുള്ള എല്ലാ അവകാശം കളിമണ്ണിന്മേൽ കുശവനുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് അതിനുള്ള അവകാശമുണ്ട്. അത് ദൈവം അതിൻ്റെ ഉടമയായതുകൊണ്ട് ഉടമയെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ വീട്ടിലെ കോഴിയെ ഞാൻ കൊന്നതിനാരും ചോദ്യം ചെയ്യാൻ വരണ്ട. എൻ്റെ അയൽവക്കംകാരുടെ വീട്ടിലെ കോഴിയെ ഞാൻ കൊന്നാൽ നിങ്ങൾ ചോദിക്കാൻ പോരെ? കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ആകെപ്പാടെ പറയാനുള്ളത് സ്വർഗത്തിലെ കാര്യവും വെളിപ്പെടുത്താൻ ഭൂമിയിൽ ഉദാഹരണം എടുക്കേണ്ടെന്നാണ്. അതിനെക്കുറിച്ചൊക്കെ 100 ആശയങ്ങൾ ഞാൻ പറഞ്ഞു പോയതാണ്. യേശുവിന് വേറൊന്നും പറയാനില്ലെന്നിട്ടാണോ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയാനായിട്ട് കടുകുമണിയും വയലിലെ നിധിയും ഇതൊക്കെ പറഞ്ഞത്? വേറൊന്നും പറയാനില്ലെന്നിട്ടാണോ? അപ്പോൾ സ്വർഗത്തിലെ കാര്യം പറയാനായിട്ട് യേശുവും ഭൂമിയിലും കാര്യങ്ങൾ ഉദാഹരണമായി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോൾ ഞാൻ ഒറ്റ വാക്കുകൂടം പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ യേശു എന്ന ക്രിസ്തു, ആ ക്രിസ്തു പറഞ്ഞത് സത്യമാകിയാൽ ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രാവചനികമായ വാക്കുകൾ പറഞ്ഞത് നിറവേറിയതുകൊണ്ടും ആ പ്രവചനങ്ങൾ പറഞ്ഞത് യെശയ്യാവ് തുടങ്ങിയ പ്രവാചകന്മാരായതുകൊണ്ടും ആ പ്രവാചകന്മാരിൽ ഞങ്ങൾക്ക് വിശ്വാസമായതുകൊണ്ടും ആ പ്രവാചകന്മാരെ കൊണ്ട് പറയിപ്പിച്ച യഹോവയിൽ ഞങ്ങൾക്ക് വിശ്വാസമായതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവൻ തന്നെ സത്യ ദൈവം. അതുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പലിന് ഈ കാര്യങ്ങൾ പറയുവാനുള്ള ആശയങ്ങൾ എവിടുന്ന് കിട്ടി എന്നെനിക്കറിയില്ല. അതെല്ലാം അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള പഠിപ്പിക്കലാണ്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ സത്യാന്വേഷികളായ ജനങ്ങളാരും ദുരുപദേശ കുരുക്കിൽ പെട്ടുപോകാതിരിക്കാൻ ചെയ്തു വരുന്നൊരു ശുശ്രൂഷയാണ് വേറിട്ട ചിന്തകൾ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞതുപോലെ ഈ പുള്ളിക്ക് കുറ്റം പറയാനേ നേരമുള്ളെന്ന് പറഞ്ഞാൽ ഇത് കുറ്റമല്ല. അദ്ദേഹത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതി എന്ന് പറഞ്ഞു. ഇത് കുറ്റമല്ല. ഇത് വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതല്ല, വ്യക്തികളുടെ പഠിപ്പിക്കലിനെയും ആശയത്തെയും അത് തെറ്റാണെന്ന് സമർത്ഥിക്കുന്ന ഒരു മിനിസ്ട്രി ആയതുകൊണ്ട് തുടർന്നും ഇത്തരത്തിലുള്ളതായ വചനവിരുദ്ധമായ ഉപദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവിടുത്തെ വലിയ സഭാ നേതാക്കന്മാരും സഭയിലെ വലിയ പ്രൊഫസർമാരൊക്കെ കണ്ണടച്ചിരുന്നാലും ഈ സഹോദരൻ അതൊന്നും നോക്കാനില്ലാത്തത് കൊണ്ട് ഈ സഹോദരൻ തയ്യാർ. വിശുദ്ധ വേദപുസ്തകത്തിന് വിരുദ്ധമായ ഏത് പഠനം കണ്ടാലും വചനത്തിലൂടെ പ്രതികരിക്കും. നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനായി വളരെ നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.